Good morning students. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സായ നമ്മുടെ ട്രെൻഡ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെയാണ് നോക്കിയത്. എന്തായാലും ഈ ചാപ്റ്റർ കുറേ പേര് സെമിനാറിന് വേണ്ടി ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം, കുറച്ചും കൂടി ഈസിയറാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അത് കാരണം ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് സിറ്റുവേഷൻ, ഇന്നത്തെ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള ട്രെൻഡ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യമേ തന്നെ പറയട്ടെ, നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോൺസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില കമ്പനികളുടെ മൊബൈൽ ഫോൺസിൽ നമുക്ക് എല്ലാവർക്കും വോയിസ് അസിസ്റ്റൻറ്റ്, വെർച്വൽ അസിസ്റ്റൻറ്റ് ഇതൊക്കെ അവൈലബിൾ ആണ്, അല്ലേ? നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് വേണ്ടി ഇപ്പോൾ പരസ്യങ്ങൾ പലതും, എനിക്ക് തോന്നുന്നത് സ്മാർട്ട് ലൈറ്റ്സിൻ്റെ പരസ്യം തോന്നണേ, ഓക്കെ, സ്മാർട്ട് ലൈറ്റ്, സ്മാർട്ട് ബൾബുകളിനെ കുറിച്ചിട്ടുള്ള പരസ്യം തോന്നണേ ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഓർമ്മ അത്ര വലിയ കറക്റ്റായിട്ടുള്ള ഓർമ്മയൊന്നുമല്ല, പക്ഷെ എന്നാലും എൻ്റെ ഓർമ്മയിലുള്ളത് അതാണ്. അത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ ന്യൂലി മാരീഡാണ്. ഒരു ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ, ടയർഡായിട്ട് വരുമ്പോൾ എന്താ പറയുക, AC ഓൺ, അലക്സ ലൈറ്റ്സ് ഓൺ എന്നൊക്കെ പറയാണ്. അപ്പോൾ അതേപോലെ തന്നെ അവർ എല്ലാവരും ഒന്ന് ഫ്രഷായി രാത്രിയിലത്തെ ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഡിം ലൈറ്റ്സ് ഓൺ അല്ലെങ്കിൽ നൈറ്റ് ലൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ലൈറ്റുകളായിട്ടത് മാറുകയാണ്. അത്രയും നേരം നല്ല പ്രകാശിച്ച് നിന്നിരുന്ന ബൾബുകളൊക്കെ മാറി അതൊക്കെ ഓഫായി ചെറിയ ലൈറ്റിലേക്ക് മാറുകയാണ്. സോ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, നമ്മുടെ വീട്ടിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സും ഒക്കെ വി ആർ കണക്റ്റഡ് വിത്ത് നമ്മുടെ സ്മാർട്ട് ഡിവൈസസ് ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെർച്വൽ അസിസ്റ്റൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ അതാണ് ഒരു പുതിയ ട്രെൻഡ് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പേജ് നമ്പർ 205 നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, സോ വോയിസ് സെർച്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയണത്. വോയിസ് സെർച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ളൊരു സംഭവമാണ്. സോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക, ടൈപ്പ് ചെയ്യുക, അങ്ങനത്തെ സിറ്റുവേഷനൊന്നും തന്നെ ഇല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ എന്താണോ, ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു ഈവനിങ് ചെറിയൊരു ചാറ്റൽ മഴ, നമ്മളിങ്ങനെ മഴയും കണ്ട് ഒരു ചാരുകസേരയിൽ ഒരു എന്താ പറയുക ബാൽക്കണിയിൽ നമ്മളിങ്ങനെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കണം തോന്നുകയാണ്. സോ പ്ലേ സം മ്യൂസിക് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പാട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് പറയുന്ന പാട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാട്ടുകൾ, അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടി പ്ലേ ചെയ്യാനോ, നമുക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും ക്വസ്റ്റ്യൻസിന് നമ്മളെന്തെങ്കിലും ക്വറീസ് അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ എന്നുള്ള രീതിയിലാണ് ഇന്ന് വോയിസ് അസിസ്റ്റൻറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. Okay, one type of voice search is that implemented by smart speakers such as Amazon's Alexa എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അതേപോലെ ആപ്പിളിൻ്റെ ഹോം പാഡ് സിറ എന്ന് നമ്മൾ പറയാറുണ്ട്, സിറ അല്ല സിറി, ആൻഡ് ദെൻ ഗൂഗിൾ ഹോം, അതേപോലെ മൈക്രോസോഫ്റ്റിൻ്റെ കോർട്ടോണ എന്നിങ്ങനെ പല പേരിൽ വോയിസ് അസിസ്റ്റൻസ് അവൈലബിൾ ആണ്. So as if we are speaking to someone, അതേപോലെ തന്നെ we can speak to the smart devices. The smart devices will respond to our queries എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഷോപ്പറിന് എന്തെങ്കിലും ഇൻഫർമേഷൻ, ഫോർ ഇൻസ്റ്റൻസ് in one question a shopper may request information about time, price, location and other details which is heavy for written search queries. അപ്പോൾ നമുക്ക് നമ്മളൊരു ഷോപ്പിലേക്ക് പോകണം, അല്ലെങ്കിൽ ആ ഷോപ്പ് എവിടെയാണ്, അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്, ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് അവിടെ അവൈലബിൾ ആണോ, അതിൻ്റെ പ്രൈസ്,
അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി ഒരു റിട്ടേൺ ക്വറീസായിട്ട്, സെർച്ച് ക്വറീസായിട്ട് നമുക്ക് അയക്കുമ്പോൾ ഇറ്റ് ഈസ് ജനറലി ഹെവി. കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. Where is your location? Is that product available? What is the price of the product? എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇരിക്കണം. ഓക്കെ, അപ്പോൾ പരമാവധി ഈ ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ആസ് ഇഫ് യു ആർ സ്പീക്കിംഗ് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമുക്ക് ആൻസേഴ്സ് അല്ലെങ്കിൽ റെസ്പോൺസസ് അവൈലബിൾ ആണ്. പനി മാറിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ബാക്കിയുണ്ട്. കാരണം ക്ലാസ്സിൽ കുറച്ച് ഡിസ്റ്റർബ്, ഞാൻ അത് കാരണമാണ് ക്ലാസ് എടുക്കാനായിട്ടൊന്നും ഡിലേ ആയത്. സെക്കൻഡ് വൺ സ്മാർട്ടർ ചാറ്റാണ്. ഓക്കെ, സ്മാർട്ടർ ചാറ്റിൽ നമുക്കുള്ളത് ചാറ്റ് ബോട്ട്സ് ആണ്. ചാറ്റ് ബോട്ട്സ് ഹാവ് ബീൻ റൈസിങ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പർപ്പസസ്. പല കസ്റ്റമേഴ്സും പല പീപ്പിളും ചാറ്റ് ബോട്ട്സിന് പ്രിഫർ ചെയ്യാറുണ്ട്. അവരവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, കസ്റ്റമർ സർവീസിന് വേണ്ടിയിട്ടൊക്കെ ചാറ്റ് ബോട്ട്സ് അവൈലബിൾ ആണ്. നമ്മൾ ഏത് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാലും അതിന് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് മൈക്രോ മൊമെൻറ്റ്സ് ആണ്. മൈക്രോ മൊമെൻറ്റ്സിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ more customers are processing their online activities using their smartphones. Marketers continue to exploit micro moments third point, micro moments. ഇതിൽ വരുന്നത് കുറേ കസ്റ്റമേഴ്സ് നമുക്ക് സാധാരണ സ്മാർട്ട് ഫോൺ ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് അവരവരുടെ ഓഡിയൻസിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ ആൾക്ക് എന്തിനെങ്കിലും കുറിച്ച് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ whenever a customer searches for something, looks for a nearby store. നമ്മളെപ്പോഴും അത് തന്നെയാണ്. നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നോക്കും നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും നിയർ ബൈ ഷോപ്സ്, നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള നമുക്ക് പോയിട്ട് പർച്ചേസ് ചെയ്ത് വരാവുന്ന രീതിയിലുള്ള ലൊക്കാലിറ്റിയിലുള്ള എവിടെയെങ്കിലും അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. Wants to finalize a task or makes a purchase, marketers can take advantage of these types of micro moments. അപ്പോൾ എവിടെയാണ് അതിൻ്റെ അവൈലബിലിറ്റി, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു പർച്ചേസ് ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് മൈക്രോ മൊമെൻറ്റ്സ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൻ വി വാണ്ട് ടു ബൈ എ പ്രോഡക്റ്റ്, so we'll start searching about it. We search it and we look whether it is available at our nearby locality. If it is available, നമുക്ക് ആ പർച്ചേസ് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. Micro moments occur when people turn to a device like smartphone to act on a need to learn something, do something, discover something, watch something. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അറിയണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കണം, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഡിസ്കവർ ചെയ്യണം. ഇതിനൊക്കെ നമുക്ക് സ്മാർട്ട് ഡിവൈസസ് ആവശ്യമാണ്. സോ അതാണ് നമുക്കിതിൽ മെയിനായിട്ട് മൈക്രോ മൊമെൻറ്റ്സിൽ വരുന്നത്. ഇനി നമുക്കതിൽ വരുന്നത് ഓഗ്മെൻറ്റഡ് ആൻഡ് വെർച്വൽ റിയാലിറ്റി ആണ്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആൻഡ് വെർച്വൽ റിയാലിറ്റി. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഇത് രണ്ടും മാർക്കറ്റിങ്ങിൻ്റെ രണ്ട് സ്ട്രാറ്റജീസാണ്.
Virtual and augmented reality offer significant opportunities for brand promotion and the sale of products and services. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഓട്ടോമൊബൈൽ സെഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ പർച്ചേസിങ് എ കാർ, അപ്പം നിങ്ങൾക്കിന്നറിയാം ഇന്ന് നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ഉള്ള കാറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ആൾക്കാർക്ക് ഡ്രൈവിങ്ങിൽ വെൻ ടു ഷിഫ്റ്റ് എ ഗിയർ. തുടക്കക്കാർക്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മിസ്സ് നമ്മുടെ മാർക്കറ്റിംഗ് ക്ലാസ് പോയി കാർ ഓടിക്കുന്ന ക്ലാസ്സിലേക്ക് എത്തിയോ എന്ന് ചോദിക്കണ്ട. അപ്പം മെയിൻലി കുറച്ച് പേർക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുണ്ടെങ്കിൽ ദേ ഡോണ്ട് നോ വെൻ ടു ഷിഫ്റ്റ് ദ ഗിയർ, വെൻ ടു കം ഡൗൺ ഫ്രം ദി ഹയർ ഗിയർ എന്നുള്ള കാര്യങ്ങളാണ്. കുറേ പേര് ക്ലച്ചും വന്ന് കാലെടുക്കില്ല. സോ ക്ലച്ച് ചവിട്ടി വണ്ടി മേടിച്ച് എന്താ പറയുക, വിത്തിൻ 1 or 2 years ക്ലച്ചിൻ്റെ പാഡ് മാറ്റുന്ന ഒരു പൊസിഷനിലേക്ക് ചില ആൾക്കാർ എത്തും. കാരണം അവർക്ക് ടെൻഷനാണ് ഏത് നേരം, അയ്യോ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി എന്തെങ്കിലും പെട്ടെന്ന് ഓഫ് ആവുമോ എന്നുള്ളൊരു ടെൻഷനാണ്. സോ മെയിനായിട്ട് ഫീമെയിൽസിനാണ് ഇത് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ദിൽ ഗോ ഫോർ, അപ്പോൾ ഇന്ന് അതിനൊരു പരിഹാരമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ദാറ്റ് ഈസ് ഗിയർ, ഓട്ടോ ഗിയർ ആയിട്ടുള്ള വെഹിക്കിൾസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ നാവിഗേഷനിലൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ. ഈ ഓട്ടോമേറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോ ഗിയർ മാത്രമല്ല, ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാറുകൾ അവൈലബിൾ ആണ്. നമ്മൾ കയറി ഇരുന്നാൽ മതി, അതിന് നമുക്ക് പോകേണ്ട സ്ഥലം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് വണ്ടി വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ, ദാറ്റ് ഈസ് ഒരു ഡ്രൈവർ ഓടിക്കണം എന്ന് തന്നെ ഇല്ല. ദി കാർ വിൽ ഗോ ഓൺ വിത്ത് ദി പാസഞ്ചർ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഗുഡ് എക്സാമ്പിൾ. അതേപോലെ തന്നെ നമുക്ക് നാവിഗേഷന് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് എല്ലാ മോഡൽസിലും ഏറ്റവും ബേസ് മോഡലിലായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന നാവിഗേഷൻ ഹെൽപ്പിംഗ് ടൂൾ ഇല്ലാണ്ടിരിക്കുക. അതല്ലാത്ത എല്ലാ വണ്ടികളിലും നമുക്ക് എന്തുണ്ട്, നാവിഗേഷൻ ഹെൽപ്ഫുള്ളായിട്ടുള്ള ടൂൾ അവൈലബിൾ ആണ്. സോ നമ്മൾ പോകുന്ന റൂട്ട്, വെദർ ഇറ്റ് ഈസ് സ്ട്രെയിറ്റ് ഓർ വെദർ വി ഹാവ് ടു ഗോ റൈറ്റ് ഓർ ഗോ ലെഫ്റ്റ് ഓർ വി ഹാവ് ടു സ്ലോ ഡൗൺ, അതേപോലെ പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റി, കറക്റ്റ് ആമ്പിൾ സ്പേസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ക്ലിയർ പിക്ചർ നമുക്ക് തരും. ദിസ് ഹാപ്പൻസ് ടു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. വെർച്വൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വെർച്വൽ ലോകത്തേക്കാണ് നമ്മൾ പോണത്. നമ്മൾ ഇതിലേക്ക് ഒന്നും അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഒരു പർട്ടിക്കുലർ ഗ്ലാസ്സോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഹെൽമെറ്റോ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പിക്ചർ ക്ലിയർ ആയിരിക്കും. സോ നമ്മുടേതല്ലാത്തൊരു ലോകത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. ആൻഡ് വി ക്യാൻ ഫീൽ ദാറ്റ് വി ആർ ദെയർ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും വിർച്വൽ റിയാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അത് മാർക്കറ്റിങ്ങിൽ അതൊരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പല രീതിയിലും അത് ബെനിഫിറ്റബിൾ ആണ്. ആൻഡ് ദെൻ ലൈവ് വീഡിയോസ്, മോർ സ്റ്റോറി വീഡിയോസ്, രണ്ട് കാര്യങ്ങളുണ്ട്. ലൈവ് വീഡിയോസ് എന്ന് പറയുന്നത് ഇന്ന് ആൾക്കാർക്ക് ലൈവായിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് കാണാനും കേൾക്കാനുമാണ് താല്പര്യം. നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് അതിനെ അങ്ങനെ പറയുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം വരുന്നത് എപ്പോഴാണ്, വെൻ ദേ സീ ഇറ്റ് ഓൺ ലൈവ്. പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് പോകണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാനൊരു താല്പര്യം ഉണ്ടാവും. 2 ദിവസം മുമ്പ് നടന്നൊരു സംഭവം അത് പറഞ്ഞ് അത് ഏത് രീതിയിലേക്ക് എത്തുമെന്നുള്ളത് നമുക്കറിയില്ല. സോ മോർ സ്റ്റോറി ബേസിനേക്കാളും പീപ്പിൾ എന്ന് വിശ്വസിക്കുന്നതും അവർക്ക് കാണാൻ താല്പര്യമുള്ളതും ലൈവ് വീഡിയോസാണ്.
സോ വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ഇഫ് ദേ ടേക്ക് ദിസ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്? അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ദാറ്റ് ഈസ് കുറേ ഓരോ മനുഷ്യനും യൂണിക്കാണ്, ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള ടാലൻസും സ്കിൽസും ഒക്കെ ഉണ്ടായിരിക്കും. സോ യൂസിങ് ദാറ്റ്, അപ്പോൾ അതിൽ എക്സ്ട്രാ ടാലൻറ്റഡ് ആയിട്ടുള്ള പേഴ്സണിനെ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ദറ്റ് ഈസ് ഡി എൻ എ സ്ട്രക്ചറിങ് യൂസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓൾറെഡി ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഓൾറെഡി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഫാസ്റ്റർ മെഷീൻസാണ്. ദേ വർക്ക് വെരി ഫാസ്റ്റർ. അപ്പോൾ അതിനെ ഒന്നും കൂടിയും എഫിഷ്യൻ്റ് ആക്കാനും ഒന്നും കൂടിയും ഫാസ്റ്ററായിട്ടുള്ള പെർഫോമൻസ് കിട്ടാനും അവരെന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ്. സോ ത്രൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൺ ക്യാൻ സെൻസർ, വൺ ക്യാൻ റെക്കഗ്നൈസ് അവർ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എനിക്ക് തന്നെ പല ഫിലിംസിലും ഉണ്ട്. ദാറ്റ് ഈസ് ഒരു ഡോർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് കമാൻഡ്, ഓക്കെ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റോൾ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അലൗസ് മാർക്കറ്റേഴ്സ് ടു ആൻറ്റിസിപ്പേറ്റ് ഫ്യൂച്ചർ പ്രോബബിൾ പാറ്റേൺസ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ കളക്റ്റഡ് ഡാറ്റ. നമ്മൾ കസ്റ്റമേഴ്സിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ വെൻ ഡു ദേ ഓഫൻ പർച്ചേസ് ദി പ്രോഡക്റ്റ്? അവരെപ്പോഴൊക്കെയാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്? അവരുടെ പർച്ചേസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഇങ്ങനെ ആ ഒരു ഷോപ്പിലേക്ക് വരുന്ന എല്ലാവരുടെ കസ്റ്റമർ ഡീറ്റെയിൽസും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, അവർ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ട് കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ട് നമുക്കൊരു ഫ്യൂച്ചർ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇനി എത്ര വർഷത്തിനുള്ളിലാണ് അവർ തിരിച്ചു വരിക? അപ്പോൾ നമുക്ക് കൊടുക്കേണ്ട പ്രോഡക്റ്റ് എങ്ങനത്തെയാണ്? സോ ദേ ക്യാൻ മേക്ക് ഓർ ബ്രിങ് ചേഞ്ചസ്. ഓക്കെ, മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാംഗ്വേജ്, ദറ്റ് ഈസ് കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെഷീൻ ലേണിംഗ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് എൻഗേജ്മെൻറ്റ് ബേസ്ഡ് ഇമെയിൽ മാർക്കറ്റിംഗ്. If a contact is regularly examines with your emails, he should be regular provided with content and updates about your company. അപ്പോൾ നമ്മളൊരു കസ്റ്റമറിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം വെൻ എ കസ്റ്റമർ കംസ് ഓൺലൈൻ എന്നുള്ളത്. ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് മെയിൽ ചെക്ക് ചെയ്യുന്ന വ്യക്തിയാണോ? ഞാൻ തുടക്കത്തിൽ നമ്മുടെ ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട് പീപ്പിളിനെ. നമ്മൾ വി യൂസ് ടു കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം? സ്ഥിരം എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചില സമയത്ത് ചില കാര്യങ്ങൾ മാത്രം ഓൺലൈനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് റെയർലി ഓൺലൈനിൽ വരുന്ന ആൾക്കാരായിരിക്കും. ദാറ്റ് ഈസ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഓൺലൈനിൽ കയറുന്ന ആൾക്കാരായിരിക്കാം. ചില ആൾക്കാർ എന്തിനും ഏതിനും ഓൺലൈനിൽ വരുന്ന ആൾക്കാരായിരിക്കും. ചിലരൊരു മോഡറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അത് ഞാൻ പറഞ്ഞു, എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കയറി ഇറങ്ങുന്ന ആൾക്കാരുണ്ടായിരിക്കും, കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട്. അപ്പോൾ ഒരു പേഴ്സൻ്റെ ഓൺലൈൻ യൂസേജ് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളും ആ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു പേഴ്സൺ വാട്സാപ്പിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. ഇഫ് എ പേഴ്സൺ റെഗുലർലി ചെക്സ് ഹിസ് ഇമെയിൽ, അങ്ങനത്തെ ഒരു ബിഹേവിയറുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനീനെ കുറിച്ചിട്ട് പുതിയ പ്രോഡക്റ്റോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട്സോ അതല്ലാന്നുണ്ടെങ്കിൽ ഇനി വാല്യുബിൾ ഇൻഫർമേഷൻ ഇഫ് ദി കമ്പനി ഹാസ് ടു പാസ് ഓവർ എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ അത് മെയിലായിട്ട് അയച്ചാലേ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ സോ വി നീഡ് ടു നോ ഹൗ പീപ്പിൾ ആർ റെസ്പോണ്ടിങ്, ഇൻ വിച്ച് വേ ദേ ആർ റെസ്പോണ്ടിങ് എന്നുള്ളത്.
നമുക്കറിയാം ഇന്ന് നമ്മുടെ മൊബൈലിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും അപ്പോൾ വരും റേറ്റ് അസ് ദി ക്വാളിറ്റി, ഗിവ് യുവർ ഫീഡ്ബാക്ക് എന്നുള്ളത് അവിടെ കമൻസ് അപ്പോൾ വരാറുണ്ട്. സോ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം. ഇഫ് ഇറ്റ് ഈസ് പുവർ ക്വാളിറ്റി എന്ന് പറയാം. ഇഫ് യു ഹാവ് റിസീവ്ഡ് എ വെരി ഗുഡ് സർവീസ് എന്നുണ്ടെങ്കിൽ അതിന് നല്ലതും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ആൾക്കാർക്ക് ഇൻസ്റ്റൻ്റായിട്ട് ദേ ഹാവ് ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് അത് ഇൻസ്റ്റൻ്റായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നടക്കും ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ ഈസ് rich lead profiling. Data enrichment has become more and more important now due to companies that collect and manage complex data for millions of leads and businesses. സാധാരണ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ, ഈ ഡാറ്റ ഏറ്റവും ആക്യുറേറ്റ് ആയിരിക്കണം. കാരണം ബേസ്ഡ് ഓൺ ദാറ്റ് വി ആർ ഗോയിങ് ടു ബിൽഡ് അപ്പ് ദി ഫ്യൂച്ചർ. അപ്പോൾ അതാണ് നമുക്ക് ലീഡ് പ്രൊഫൈലിങ്ങിൽ നമുക്ക് വരുന്നത്. അതായത് വാട്ട് ദി കമ്പനി മിസ്സിംഗ് ഡാറ്റാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ഫില്ല് ചെയ്യാം. നമ്മൾ അന്വേഷിക്കുക മിസ്സിംഗ് ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഓൾവേസ് ട്രൈ ടു കളക്ട് ദി എൻറ്റയർ ഡാറ്റ. ഡാറ്റ എൻറിച്ച്മെൻറ്റ് നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. The great advantage of data enrichment is that it removes any wrong or inaccurate information that companies might have about a specific lead. ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും തെറ്റായിട്ടുള്ളൊരു ധാരണകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഡാറ്റ എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ബ്രൗസർ പുഷ് നോട്ടിഫിക്കേഷൻസ്. Push notifications are moving into the field of web browser technology and are one of the most popular web development trends എന്ന് പറയാം. Companies use browser push notification to reach their leads more effectively and communicate with their audience. ഒരു മാർക്കറ്റിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് പുഷ് പുൾ സ്ട്രാറ്റജി. ചില കാര്യങ്ങൾ മാർക്കറ്റിലേക്ക് നമ്മൾ പുഷ് ചെയ്ത് വിടേണ്ടി വരും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കായിട്ട് അട്രാക്റ്റഡായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. സോ രണ്ട് കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. ഇതിൽ ബ്രൗസർ പുഷ് നോട്ടിഫിക്കേഷൻസ് ആണ്. സോ വി ആർ പുഷിങ് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് നമ്മുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുന്ന രീതി. വി ആർ പുഷിങ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ പുഷ് ചെയ്യുന്ന ഒരു രീതി മാർക്കറ്റിലേക്ക്. And then content personalization. Personalizing or customizing content for audience relies on visitors' data in order to deliver relevant data. ഓരോ ആൾക്കാർക്കും അവരവരിനെ പേഴ്സണലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം. നമ്മളൊരു പ്രോഡക്റ്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് നമുക്ക് പേഴ്സണലായിട്ട് വാട്ട് വി ആർ ഇൻട്രസ്റ്റഡ്. ഇപ്പം നിങ്ങൾ എന്താ പറയുക ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും നിങ്ങൾ 2-3 ദിവസം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ 4ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം നിങ്ങൾക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടും. കാരണം ഫോർ പാസ്റ്റ് 2 days യു വർ സെർച്ചിങ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പ്രോഡക്റ്റ്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള എൻറ്റയർ പ്രോഡക്റ്റ് ആയിരിക്കും അവർ തരുന്നുണ്ടായിരിക്കുക. ഇതാണ് കണ്ടൻറ്റ് പേഴ്സണലൈസേഷൻ എന്ന് നമ്മൾ പറയണത്. ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സോ എവിടെയാണോ ഞാൻ പറഞ്ഞു നിർത്തിയത് അവിടെ നിന്നാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. കണ്ടൻറ്റ് മാർക്കറ്റിംഗ്. കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് is a type of digital marketing that focuses on creating and distributing content for a target audience. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടായിരിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഓർ ഡാറ്റാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതി. The content aims at being valuable. കൊടുക്കുന്ന ഇൻഫർമേഷൻ റിലയബിൾ ആയിരിക്കണം, വാല്യുബിൾ ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. സോ പറയുന്ന കാര്യത്തിൽ ഒരു എന്താ പറയുക ഒരു തെറ്റിദ്ധാരണ പിന്നീട് വരരുത്. സോ വാട്ട് വി ആർ സേയിങ് ടു ദി പബ്ലിക് മേക്ക് ഇറ്റ് വെരി ക്ലിയർ ആൻഡ് ഇഫ് യു ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ് തിങ് യു സേ ഇറ്റ്. നമ്മൾ കോൺഫിഡൻ്റ് അല്ലാത്തൊരു കാര്യം നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത്. സോ ആൾക്കാർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ് എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കണം, വാല്യുബിൾ ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ ഓൾ സെൻസ്. ഓക്കെ,
ആൻഡ് ദെൻ അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലാവാം. നമുക്ക് ബ്ലോഗായിരിക്കാം, അല്ലെങ്കിൽ വീഡിയോസ് ആയിരിക്കാം, പോഡ്കാസ്റ്റുകളായിരിക്കാം, കേസ് സ്റ്റഡികളായിരിക്കാം, ബുക്സ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചില പ്രോഡക്റ്റിൻ്റെ പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അവരുടെ അനുഭവങ്ങൾ ചില ആൾക്കാർ ഷെയർ ചെയ്യും. മെയിനായിട്ട് ഓർത്തോ ഹെർബിൻ്റെ വരാറുണ്ട്. ഓക്കെ, അതായത് അത് യൂസ് ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അവർക്ക് നടക്കാനും പോലും പറ്റിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പരസ്യങ്ങൾ കാണാറുണ്ട്. അല്ലെങ്കിൽ കിടന്ന കിടപ്പിൽ കിടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഓർത്തോ ഹെർബ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓടാനും നടക്കാനും ചാടാനും ഒക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതേപോലെ അങ്ങനെ പല പരസ്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. അതായത് ഇത് ടെസ്റ്റിമോണി പോലെയാണ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ് മാർക്കറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയാസ് ഏത് വേണമെന്നുണ്ടെങ്കിലാവാം. ഡിജിറ്റൽ ഇതിൽ തന്നെ പോഡ്കാസ്റ്റ് ആയിരിക്കാം, ബ്ലോഗ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും അതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. This is one of the most important type of digital marketing. It is a process of getting traffic from the free, organic, editorial or natural search results on search engines. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഏത് ഇതാണോ, സെർച്ച് എൻജിനാണോ, അതിലായിരിക്കും നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ പരസ്യങ്ങളോ മാർക്കറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേദി എന്ന് പറയുന്നത്. And third one is search engine marketing. It is a process of gaining website traffic by purchasing ads on search engines. So ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സെർച്ച് എൻജിനിലാണ് നമ്മൾ പരസ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളത് പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, ഈവൻ നമ്മുടെ ക്ലാസ്സസ് പോലും, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ നമ്മൾ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ, ആ ക്ലാസ്സസ് പോലും ദാറ്റ് ഈസ് എന്താ പറയുക, ചിലപ്പോൾ പരസ്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്ലാസ് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ഏത് സംഭവം നമ്മൾ നോക്കണമെങ്കിലും, ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിലും പരസ്യങ്ങൾ കയറി വരാറുണ്ട്. ദാറ്റ് ഈസ് ദേ ആർ ലുക്കിംഗ് വിച്ച് ദ കസ്റ്റമർ ഇസ് യൂസിങ് മോർ. ഏത് സെർച്ച് എൻജിനാണ് അല്ലെങ്കിൽ അതിൽ ഏത് കാര്യങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, that the company purchases for creating their ads. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. നെക്സ്റ്റ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ വരുന്നത് ഏത് സോഷ്യൽ മീഡിയ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഫേസ്ബുക്ക് ആണോ, ട്വിറ്റർ ആണോ, ഇൻസ്റ്റാഗ്രാം ആണോ, വിച്ച് സോഷ്യൽ മീഡിയ ഈസ് മോസ്റ്റ് യൂസ്ഡ് ബൈ ദി പീപ്പിൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ അത് നോക്കിയിട്ട് അവർ എന്ത് ചെയ്യാണ്, അതിലാണ് അവർ പരസ്യങ്ങൾ കൊടുക്കാനായിട്ട് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് പേ പെർ ക്ലിക്ക് അഡ്വർടൈസിംഗ് ആണ്. ഹിയർ എന്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മോഡൽ ഓഫ് അഡ്വർടൈസിംഗ് വെയർ മാർക്കറ്റേഴ്സ് പേ എ ഫീ എവറി ടൈം പീപ്പിൾ ക്ലിക്ക് ഓൺ ആൻ ആഡ്. സോ മാർക്കറ്റേഴ്സാണ് ദേ ആർ പേയിങ് എ ഫീ. നമ്മൾ ആൾക്കാർ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും ദേ ആർ പേയിങ് ആൻ സ്മോൾ എമൗണ്ട്. ഓക്കെ, ബേസിക്കലി ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബൈയിങ് വിസിറ്റ് ടു എ സൈറ്റ്. അപ്പോൾ എത്ര ആൾക്കാർ അതിലേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട്, ആ സൈറ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു രീതിയാണ് പേ പെർ ക്ലിക്ക് അഡ്വർടൈസിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ് വൺ ഓഫ് ദി പോപ്പുലർ വേസ് പീപ്പിൾ മേക്ക് മണി ഓൺലൈൻ ദീസ് ഡേയ്സ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെർ എ പേഴ്സൺ പാർട്ട്നേഴ്സ് up with other businesses in order to receive a commission for the traffic it generates for this business. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനി അവർ നല്ലോണം പരസ്യങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ ഹെവി ട്രാഫിക് ക്രിയേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകളുണ്ടായിരിക്കും. സോ അതിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവരുടെ പ്രോഡക്റ്റും ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. ആ ഒരു രീതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എങ്ങനെയാണോ ഇമെയിൽ യൂസ് ചെയ്യുന്നത്, അപ്പോൾ എത്ര ആൾക്കാർ, അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അവർ കാണില്ല, അവർ യൂസ് ചെയ്യുന്നത് ഇമെയിൽസാണ്. ഏറ്റവും കൂടുതൽ
ഇമെയിൽസിലേക്കാണ് അവർക്ക് പോകാനോ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യണത്, അവർ കാണുന്നതോ റെസ്പോണ്ട് ചെയ്യുന്നതോ ഇമെയിൽസിനാണ്. അപ്പോൾ അവർക്ക് നമുക്ക് ഏതിൽ കൊടുത്തിട്ടാ കാര്യം? ഉപകാരമുള്ളത് ഏതിലാണ്? ഇമെയിൽസിൽ കൊടുത്തിട്ട് ഉപകാരമുള്ളൂ. സോ ആ കൈൻഡ് ഓഫ് പീപ്പിളിനെ നമ്മൾ ഇമെയിൽസിലൂടെയാണ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് മാർക്കറ്റിംഗ് ആണ്. ഇന്ന് ആൾക്കാർ ഇമെയിൽസും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അവർ ഏറ്റവും ഇമെയിൽസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, SMS-ഉം ഇമെയിൽസ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് വൾനറബിൾ ടു സ്പാം അല്ല. സ്പാമിങ്ങിന് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളതാണ്. സോ അത് പരമാവധി റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്. സോ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയർ പിക്ചർ നമുക്ക്, അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസാണ്. സോ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്ങിലൂടെ കാര്യങ്ങൾ അറിയാനും മാർക്കറ്റ് ചെയ്യാനും ഇന്ന ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഓക്കെ, അതാണ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്. അപ്പോൾ ഈ പറഞ്ഞ 8 കാര്യങ്ങളും നമുക്ക് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഏതൊക്കെയാണ് ആൾക്കാർക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റാവുന്ന ടൂളുകൾ. ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആയിരിക്കാം, സെർച്ച് എൻജിൻസ് ആയിരിക്കാം, ചിലപ്പോൾ ചില ബിസിനസ്സസ് ക്രിയേറ്റ് ചെയ്യുന്ന ട്രാഫിക് ആയിരിക്കാം, അതിലൂടെ കയറി അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഏതൊക്കെ ടൈപ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വരുന്നത്, എന്തൊക്കെയാണ് ട്രെൻഡുകളുള്ളത്, പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ചോദിക്കാം, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.